ശക്തമായ കാറ്റിലും മഴയിലും ദേശമംഗലത്ത് വയോധിക താമസിച്ചിരുന്ന വീട് പൂർണ്ണമായി തകർന്നു. കുഴിക്കര പുത്തൻ വീട്ടിൽ 80 വയസ്സുകാരി ലക്ഷ്മിയമ്മയുടെ വീടാണ് തകർന്നത്. ഇവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ദേശമംഗലം പഞ്ചായത്ത് 14-ാം വാർഡിൽ ഉൾപ്പെടുന്ന കടുകശ്ശേരി മദ്രസ സ്റ്റോപ്പിന് സമീപം താമസിക്കുന്ന കുഴിക്കര പുത്തൻ വീട്ടിൽ വയോധികയായ 85 വയസ്സുകാരി ലക്ഷ്മിയമ്മ താമസിക്കുന്ന വീടാണ് അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞ രാത്രിയിൽ പെയ്ത ശക്തമായ മഴയിലും കാറ്റിലും വീടിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. തിങ്കളാഴ്ച രാവിലെ ശബ്ദം കേട്ട് നോക്കുമ്പോൾ വീടിന്റെ ചുവരുകൾ വിണ്ടുകീറിയതായി വീട്ടുകാർ പറയുന്നു. ഉടൻ തന്നെ മക്കളായ മനോജ് കുമാറും അനിൽകുമാറും ചേർന്ന് അടുത്തു തന്നെ താമസിക്കുന്ന ലക്ഷ്മിയമ്മയുടെ മകൾ വിജയത്തിന്റെ വീട്ടിലേക്ക് ലക്ഷ്മിയെ മാറ്റുകയായിരുന്നു. അധികം വൈകാതെ തന്നെ ഇരുനില വീട് പൂർണ്ണമായും നിലംപൊത്തുകയും ചെയ്തു. ദൈവാധീനം ഒന്നുകൊണ്ട് മാത്രമാണ് തങ്ങൾ രക്ഷപ്പെട്ടതെന്നും തിങ്കളാഴ്ച രാവിലെ സംഭവിച്ച ഈ അപകടം കഴിഞ്ഞ രാത്രിയിലായിരുന്നുവെങ്കിൽ 3 പേരും മണ്ണിനടിയിൽ പെട്ടിരുന്നുവെന്നും വിഷമത്തോടുകൂടി വീട്ടുകാർ പറയുന്നു. കാലത്തൊരു 8-8:30 ആകുമ്പോഴാണ് ഇത്. അതിന് മുന്നേ തന്നെ മഴ നന്നായി പെയ്തുകൊണ്ടിരുന്നിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഒരു വിള്ളലുണ്ടായിരുന്നു. ആ വിള്ളല് അങ്ങനെ പിന്നെ വല്ലാണ്ട് അകന്നാകുന്ന ലൈവായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അമ്മ അതിനകത്തുണ്ടായിരുന്നു. അത് അപ്പോഴും ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. പെട്ടെന്നാണ് അമ്മ ഇതിനകത്തുണ്ട് എന്നുള്ളത് തോന്നിയത്. ഉടനെ അമ്മേനെ പിടിച്ചിറക്കി പെങ്ങളുടെ വീട്ടിലേക്ക് ആക്കി. ആ സ്പോട്ടിൽ തന്നെ സംഭവം മറിഞ്ഞു വീണു. ഇത്രയും ഇതുണ്ടാവുന്ന പ്രതീക്ഷിച്ചില്ല. ചെറിയൊരു കഷ്ണങ്ങളൊക്കെ വീഴാന്നാണ് വിചാരിച്ചത്. പക്ഷേ മൊത്തം ചവരും വീണു. അല്ല, ആരും ഇല്ലാത്ത കാരണം എല്ലാവരും കുട്ടികളൊക്കെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ താമസിക്കുന്നവർ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അവരുടെ പണിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ഞങ്ങൾ അവരെ മാറ്റിയ കാരണം കൊണ്ട് വലിയ അപകടം ഒഴിവായി. വിവരം പറഞ്ഞ് വാർഡ് മെമ്പർ CP രാജൻ സന്ദർശിച്ചു. വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട് വീട്ടുകാർക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.